എന്നതാ പാപ്പച്ചായത്? ഒരു വിവരം പോലും അറിയിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ജപ്തി എന്നൊക്കെ എങ്ങോട്ട് പോകും? എന്താണോ മാസമായില്ലേ അച്ചു കോടതിയിൽ ഉത്തരവ് വന്നിട്ട്? അതല്ലോ, ഈ തറവാട്ടിൽ ഒരു ജപ്തി നടക്കുമെന്ന് പറഞ്ഞാൽ കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ചുള്ള വീടാ. തവണയായിട്ട് പണമടയ്ക്കാൻ കുറച്ചുകൂടെ സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി നിങ്ങൾ പറയുന്ന അവധിയിൽ എനിക്ക് വിശ്വാസമില്ല. മാത്തുക്കുട്ടിച്ചാനെ ഓർത്തെങ്കിലും അത് ഓർത്താണ് അച്ചു ഇത്രയും ക്ഷമിച്ചത്. ഇനിയും ക്ഷമിക്കണമെന്ന് പറഞ്ഞാ ഇത് എന്റെ കാശോ മറ്റാണോ? വെട്ടുപലിശയ്ക്ക് ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ച കാശാ, അത് തിരിച്ചു കൊടുക്കണ്ടായോ? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്. വരട്ടെ, എനിക്ക് വേണ്ടി ഒരവധി കൂടി കൊടുക്കണം അവർക്ക്. എന്തെങ്കിലും ഒരു മറുപടി പറയൂ ബേബി. ഒരു മാസത്തെ അവധി കൂടി തരണം. ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എവിടുന്നാണ് അന്നമ്മ ചേട്ടത്തി? നടക്കാത്ത കാര്യം പറഞ്ഞ് ഇനി എന്നെ വലയ്ക്കണോ? അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അച്ഛനേറ്റോ? ഞാനല്ലേ പറയുന്നേ, ഒരു മാസം അതിനുള്ള ഒരു സമാധാനം ഉണ്ടാക്കാം. ആ, അച്ഛൻ ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോ അതനുസരിച്ചില്ലെന്ന് വേണ്ട. ഈ അവധി കൂടി കഴിഞ്ഞാ നിയമം പോലെ നടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വരണടാ. എന്റെ കർത്താവേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അമ്മച്ചി ഇത് എന്നാ കണ്ടിട്ടാ ഒരു മാസത്തെ അവധി പറഞ്ഞത്? നീ പോയി ആ മന്ത്രി തോമാച്ചനെ ഒന്ന് കാണണം. അങ്ങാരി ഈ നിലയിലെത്താൻ കാരണം നിന്റെ അപ്പൻ കൂടിയല്ലേ. ഈ കാര്യം പറഞ്ഞാൽ സഹായിക്കാതിരിക്കില്ല. റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വന്നാലും തോമാച്ചനെ കാണാൻ ഞാൻ പോവുകയില്ല. നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ പോയി കണ്ടോളാം. മാമോളെ. അന്നാമ്മ പോണ്ട ബേബി. അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന കാര്യമാണെങ്കിലും അമ്മച്ചിയെയും പെങ്ങളെയും ഓർത്ത് ബേബി പോയി അദ്ദേഹത്തെ കാണണം. അതേ ഇപ്പോ ഒരു മാർഗമുള്ളൂ. അവനാളൊരു നിഷേധിയാണോ? അതെ, മാത്തുകുട്ടിച്ചായന്റെ മോനായതുകൊണ്ടാ ക്ഷമിച്ചത്. എന്റെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ. ആ, ഏതായാലും അച്ഛൻ വിളിച്ച് പറഞ്ഞതല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരി ശരി. വന്നിട്ടുണ്ട് കാണാൻ. ആര്? ആ തോരപ്പൻ. തോരപ്പൻ നമ്മുടെ ബേബി. വിളിക്ക. ഒരു ഡോസ് കൊടുക്കാൻ പറ്റിയ സന്ദർഭം. വിളിക്കുന്നു. എന്താ? ഗുഡ് മോർണിംഗ് സർ. ആ പാപ്പച്ചൻ വിവരങ്ങളെല്ലാം അച്ഛൻ വിളിച്ച് പറഞ്ഞു. ഇത് എന്റെ വകുപ്പല്ലല്ലോ. താനൊരു കാര്യം ചെയ്യ്, ആ ഫൈനാൻസ് മിനിസ്റ്റർ ഒന്ന് പോയി കാണും. ഈ ബ്ലേഡ് കമ്പനിയും പ്രൈവറ്റ് ബാങ്കിങ് ബിസിനസ്സും ഒക്കെ അയാളുടെ കയ്യില, നമ്മുടെ കക്ഷിയുടെ അല്ല. പിന്നെ മാത്തുക്കുട്ടിച്ചായന്റെ മോനോട് അവർക്കൊരു നന്ദി വേണമല്ലോ, അല്ലേ രാഘോച്ച? അതെ അതെ. അല്ല, ഇവിടെ നിന്നൊരു കത്ത് കൊടുക്കോ, ഫോണിലൊന്ന് വിളിച്ചു പറയോ ചെയ്താലോ? കത്തും ഫോണും ഒക്കെ ഇപ്പൊ റെക്കോർഡാ. നാളെ അതും തൂക്കി പിടിച്ചോണ്ട് അസംബ്ലി വരും. നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു വഴി നോക്കി നടക്കുക അവന്മാര്. മൂത്ത അളിയൻ IAS നല്ല സ്ഥിതിയിലാണല്ലോ. പറഞ്ഞാൽ സഹായിക്കത്തില്ലയോ? സെക്രട്ടേറിയറ്റിലുണ്ടല്ലോ. പറഞ്ഞ പോലെ അവൻ വിചാരിച്ചാ നടക്കത്തില്ലേ? അതങ്ങനെ കയ്യിലിരിപ്പ് എന്നായിരിക്കണ്ടേ? ചാരായ ഷാപ്പിലല്ലയോ സ്ഥിരതാമസം? കോടതി വിധിയായിട്ട് 2-3 മാസമായിന്നല്ലേ പറഞ്ഞത്? ഈ വീട് വിട്ടിട്ട് ഇവര് ചെറിയൊരു വീട്ടിലേക്ക് മാറട്ടെ, അല്ലേ യാക്കോച്ച? അതാണ് ബുദ്ധി. പിന്നെ ബേബിക്ക് ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ. ഒരു പണി വേണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ച സംഘടിപ്പിക്കാം. ബേബി എന്ത് പറയുന്നു? അത് ചാക്കോച്ച, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പച്ചൻ ഒരു ബന്ധുവിന്റെ മകളുടെ കല്യാണത്തിന് പെരുമ്പഴ പള്ളിയിൽ പോയിരുന്നു. അപ്പൊ അവിടുത്തെ കപ്പ്യാര അപ്പച്ചനോട് കരഞ്ഞു പറഞ്ഞു അയാളുടെ മകൻ തേരാപ്പാര നടക്കാണ്, ഒരു ജോലി കൊടുക്കണമെന്ന്. അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട അപ്പച്ചൻ ആ ചെറുക്കനെ എഞ്ചി വിളിച്ചോണ്ട് പോന്നു. ജോലിയും കൊടുത്തു, പാർട്ടിയിൽ ഒരു സ്ഥാനവും കൊടുത്തു. ഇപ്പോ അപ്പച്ചൻ ഇരുന്ന കസേരയിലാ അയാളിരിക്കുന്നേ. എന്തൊക്കെയായാലും ചാക്കോച്ച എനിക്ക് സന്തോഷമായി. അപ്പച്ചൻ അയാളെ ഇത്രേ ഉയർത്താൻ കഴിഞ്ഞല്ലോ. ചാക്കോച്ച പോട്ടെ, വരട്ടോ. ചാക്കോച്ചോ? ആരായി പറഞ്ഞ കപ്പ്യാരുടെ മകൻ? നിന്റെ തന്ത.